ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആൽക്കഹോളിൻ്റെയും ഫിനോളിൻ്റെയും പ്രിപ്പറേഷനാണ്. ആദ്യം ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷൻ. ആൽക്കീനിൽ നിന്നും എങ്ങനെയാണ് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത്? അതിൽ ഒന്നാമത്തെ രീതിയാണ് ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ. അതായത് ആസിഡിൻ്റെ പ്രസൻസിൽ വാട്ടർ ആഡ് ചെയ്താൽ ആൽക്കീൻസിനെ ആൽക്കഹോളായി കൺവേർട്ട് ചെയ്യാം. ഉദാഹരണമായി എഥീൻ പരിഗണിക്കുക. എഥീൻ CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. ഇതിലേക്ക് വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. ഇത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. H2Oയിലെ OH നെഗറ്റീവ് ഒരു ഡബിൾ ബോണ്ടഡ് കാർബണാറ്റത്തിലും H പോസിറ്റീവ് ഒരു ഡബിൾ ബോണ്ടഡ് കാർബണാറ്റത്തിലും ആഡ് ചെയ്യപ്പെടുന്നു. സോ കിട്ടുന്ന പ്രോഡക്റ്റ് CH3CH2OH ആയിരിക്കും. എഥനോളാണ് അവിടെ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഈ റിയാക്ഷൻ നടത്തുന്നത് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ് യൂസ് ചെയ്യുന്നത് എന്ന് കരുതുക. ഉദാഹരണമായി പ്രൊപ്പീൻ CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. അൺസിമെട്രിക്കൽ ആൽക്കീൻ എന്നാൽ ഡബിൾ ബോണ്ടിൻ്റെ രണ്ട് പാർട്ടും സിമെട്രിക്കൽ അല്ലെങ്കിൽ ഒരേപോലെ അല്ല എങ്കിൽ ഇവിടെ വാട്ടർ ആഡ് ചെയ്യുന്നു. ആസിഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടത്തുന്നത്. ഇവിടെ മാർക്കോഫ് നിക്കോഫ് റൂൾ ഒബേ ചെയ്യുന്ന ആൽക്കഹോൾ ആയിരിക്കും പ്രോഡക്റ്റായി കിട്ടുന്നത്. അതായത് H2Oയിലെ നെഗറ്റീവ് പാർട്ട് അഥവാ OH നെഗറ്റീവ് ലെസ്സർ നമ്പർ ഹൈഡ്രജനാറ്റമുള്ള കാർബണാറ്റത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൊപ്പൻ 2 ഓൾ ആയിരിക്കും. സോ പ്രോഡക്റ്റ് CH3 CHOH CH3 ആയിരിക്കും. സോ ആസിഡിൻ്റെ പ്രസൻസിൽ വാട്ടർ ആഡ് ചെയ്ത് ആൽക്കീനിനെ നമുക്ക് ആൽക്കഹോളാക്കി മാറ്റാൻ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് ബൈ ഹൈഡ്രോബൊറേഷൻ റിയാക്ഷനാണ്. ഇവിടെ ആൽക്കീനെ ഡൈബൊറൈനുമായി ട്രീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. നമുക്ക് ട്രൈ ആൽക്കൈൽ ബൊറൈൻ കോമ്പൗണ്ട് കിട്ടും. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഒരു ആൽക്കലിയുടെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൽക്കഹോൾ പ്രോഡക്റ്റായി കിട്ടും. കൺസിഡർ പ്രൊപ്പീൻ CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഇതിനെ ഡൈബൊറൈൻ B2H6മായി ട്രീറ്റ് ചെയ്യുന്നു. ഡൈബൊറൈനുമായി ട്രീറ്റ് ചെയ്താൽ ട്രൈ ആൽക്കൈൽ ബൊറൈൻ കോമ്പൗണ്ട് കിട്ടും. CH3 CH2 CH2 3 ടൈംസ് ബോറോൺ. ഇതിനാണ് ട്രൈ ആൽക്കൈൽ ബൊറൈൻ എന്ന് പറയുന്നത്. ഈ ട്രൈ ആൽക്കൈൽ ബൊറൈനെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോ നമുക്ക് ആൽക്കഹോളാണ് അവിടെ പ്രോഡക്റ്റ് കിട്ടുന്നത്. CH3 CH2 CH2OH. ഇവിടെ ഇനിഷ്യൽ റിയാക്റ്റൻറ്റും ഫൈനൽ പ്രോഡക്റ്റ് മാത്രം പരിഗണിക്കുകയാണ് എങ്കിൽ ആൻറ്റി മാർക്കോഫ് നിക്കോഫ് റൂള് പ്രകാരം ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത പോലത്തെ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അടുത്തതായി കാർബണിൽ കോമ്പൗണ്ട്സിൽ നിന്നും എങ്ങനെയാണ് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. കാർബണിൽ കോമ്പൗണ്ട്സ് പ്രധാനമായും ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റർ തുടങ്ങിയവയാണ്. ഇവയുടെ റിഡക്ഷൻ വഴിയാണ് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത്. റെഡ്യൂസിങ് ഏജൻ്റായി ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ, സോഡിയം ബോറോ ഹൈഡ്രൈഡോ, അതല്ലെങ്കിൽ നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം തുടങ്ങിയ മെറ്റലിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജനോ യൂസ് ചെയ്യാം. നമ്മൾ ജനറൽ റെപ്രസെൻറ്റേഷൻ പ്രകാരം റെഡ്യൂസിങ് ഏജൻ്റായി അറ്റോമിക് ഹൈഡ്രജൻ അഥവാ നേസൻ ഹൈഡ്രജൻ എന്ന് മാത്രം എഴുതിയാൽ മതിയാകും. നമുക്ക് ആദ്യം ആൽഡിഹൈഡിൻ്റെ റിഡക്ഷൻ നോക്കാം. ആൽഡിഹൈഡ് എക്സാമ്പിൾ CH3CHO. ഇത് അസറ്റാൽഡിഹൈഡ് അഥവാ എഥനാലാണ്. ഇതിനെ
ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിക്കലിൻ്റെയോ പ്ലാറ്റിനത്തിൻ്റെയോ പലഡിയത്തിൻ്റെയോ പ്രസൻസിൽ ഹൈഡ്രജൻ യൂസ് ചെയ്താൽ മതിയാകും. സോ നമുക്കവിടെ അറ്റോമിക് ഹൈഡ്രജൻ എന്ന് എഴുതിയാൽ മതിയാകും. ഇത് പൂർണ്ണമായി റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH2 OH ആയിരിക്കും. എഥനോളാണ് അവിടെ പ്രോഡക്റ്റായി ലഭിക്കുന്നത്. ഒരു കീറ്റോൺ പരിഗണിക്കുക, COCH3. ഇത് പ്രൊപ്പനോൺ ആണ്. റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്നത് CH3 CHOH CH3 ആയിരിക്കും. CH3 CHOH CH3 ആയിരിക്കും. നമ്മളിവിടെ കണ്ടു, ആൽഡിഹൈഡിൽ ടെർമിനലിലാണ് കാർബിനൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. അതിനാൽ നമുക്ക് ലഭിക്കുന്ന ആൽക്കഹോൾ എല്ലായ്പ്പോഴും ഒരു പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. എന്നാൽ കീറ്റോണിൽ ടെർമിനലിലായിരിക്കില്ല കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്, കാർബൺ ചെയിനിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. അടുത്ത കാർബോക്സിലിക് ആസിഡിൻ്റെ റിഡക്ഷൻ നമുക്ക് പരിഗണിക്കാം. CH3 COOH അസറ്റിക് ആസിഡ് അഥവാ എഥനോയിക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യുന്നതിനായി സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റായ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് തന്നെ ആവശ്യമുണ്ട്. മറ്റു റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് കാർബോക്സിലിക് ആസിഡിനെ പൂർണ്ണമായും റെഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചാൽ ഇത് പൂർണ്ണമായി റെഡ്യൂസ് ചെയ്യപ്പെട്ട് CH3 CH2 OH ആയി മാറും. കാർബോക്സിലിക് ആസിഡിലും ടെർമിനലിലാണ് കാർബണിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലി റിയേജൻ്റ് ആണ്. അതുകൊണ്ട് കാർബോക്സിലിക് ആസിഡിനെ ഡയറക്റ്റ് ആൽക്കഹോളായി നമ്മൾ കൺവേർട്ട് ചെയ്യാറില്ല. അതിന് പകരം കാർബോക്സിലിക് ആസിഡിനെ വേറൊരു ആൽക്കഹോളുമായി ആസിഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് എസ്റ്റർ നിർമ്മിക്കുന്നു. ദെൻ എസ്റ്ററിനെ റിഡക്ഷന് വിധേയമാക്കിയാണ് സാധാരണ ആൽക്കഹോൾ നിർമ്മിക്കുന്നത്. ഉദാഹരണമായി അസറ്റിക് ആസിഡ് CH3 COOH ഇതിനെ ഒരു ആൽക്കഹോളുമായി ട്രീറ്റ് ചെയ്യുന്നു, ROHമായി ട്രീറ്റ് ചെയ്യുന്നു. ആസിഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടത്തുന്നത്. നമുക്ക് എസ്റ്റർ ലഭിക്കും, CH3 COOR. ഇതിനെ റിഡക്ഷന് വിധേയമാക്കുന്നു. വിധേയമാക്കിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH2 OH പ്ലസ് ROH ആയിരിക്കും. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്നും എങ്ങനെയാണ് ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിരുന്നു, ഗ്രിഗ്നാർഡ് റിയേജൻ എന്നാൽ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡാണ്. പ്രധാനമായും ആൽക്കൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. ഗ്രിഗ്നാർഡ് റിയേജൻ ഉപയോഗിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൽക്കഹോളും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതായത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി ആൽക്കഹോൾസ് ഇതുപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കും. ഫോർമാൽഡിഹൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജനുമായി ട്രീറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. അതേസമയം അതർ ആൽഡിഹൈഡ്സിനെ ഗ്രിഗ്നാർഡ് റിയേജനുമായി ട്രീറ്റ് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോളാണ് പ്രോഡക്റ്റായി ലഭിക്കുന്നത്. എന്നാൽ കീറ്റോണിനെ ഗ്രിഗ്നാർഡ് റിയേജനുമായി ട്രീറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ടേർഷറി ആൽക്കഹോൾ ആയിരിക്കും. നമുക്ക് ഒരു ഉദാഹരണം പരിഗണിക്കാം. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്നാൽ ആൽക്കൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ആണ്. CH3 MgBr ഇത് മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ആണ്. ഇതിനെ ഫോർമാൽഡിഹൈഡ് അഥവാ മെഥനാലുമായി ട്രീറ്റ് ചെയ്യുന്നു, HCHO. ഇവിടുത്തെ കാർബണിൽ ഗ്രൂപ്പിലേക്ക് മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ വഴി എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നത് ഒരു അൺസ്റ്റേബിൾ കോംപ്ലക്സ് ആണ്. സോ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH2 ONgBr ആയിരിക്കും. ഇത് ഹൈഡ്രോളിസിന് വിധേയമാക്കിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്
CH3 CH2 OH ആയിരിക്കും. അതായത് ഒരു പ്രൈമറി ആൽക്കഹോളാണ് ഇവിടെ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇവിടെ റിയാക്ടൻറ്റിൽ നിന്നും ഫൈനൽ പ്രോഡക്റ്റ് എഴുതാൻ മാത്രം അറിഞ്ഞാൽ മതിയാകും. അതായത് ഫോർമാൽഡിഹൈഡിലേക്ക് CH3MgBr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി. അവിടെ ആ CH3 ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് വന്നാൽ CH3 CH2 OH പ്രോഡക്റ്റായി കിട്ടുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. CH3MgBr പ്ലസ് CH3CHO. ഇത് അസറ്റാൽഡിഹൈഡ് അഥവാ എഥനാലാണ്. എഥനാലിലേക്ക് മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH3 OMgBr ആയിരിക്കും. ഇത് ഹൈഡ്രോളിസിന് വിധേയമാക്കുന്നു. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH3CHOH ആയിരിക്കും. അതായത് പ്രൊപ്പൻ 2 ഓളാണ് ഇവിടെ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇത് ഒരു സെക്കൻഡറി ആൽക്കഹോളാണ്. ഫോർമാൽഡിഹൈഡിന് പകരം അതർ ആൽഡിഹൈഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും പ്രോഡക്റ്റായി കിട്ടുന്നത്. അടുത്ത ഉദാഹരണം CH3MgBr പ്ലസ് CH3COCH3. ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രൊപ്പനോൺ ആണ്, ഒരു കീറ്റോൺ ആണ്. സോ CH3MgBr ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. കിട്ടുന്ന അൺസ്റ്റേബിൾ കോംപ്ലക്സ് CH3 ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് വരും. CH3OMgBr ആണ്. ഇത് ഹൈഡ്രോളിസിന് വിധേയമാക്കുന്നു. ഹൈഡ്രോളിസിന് വിധേയമാക്കിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് CH3CH3CH3OH. അതായത് ഒരു ടേർഷറി ആൽക്കഹോളാണ് കിട്ടുന്നത്. സോ ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഉള്ള റിയാക്ഷൻ ഒന്നുകൂടി മനസ്സിലാക്കുക. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്നാൽ ആൽക്കൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ ഫോർമാൽഡിഹൈഡുമായി ട്രീറ്റ് ചെയ്താൽ അഥവാ മെഥനാലുമായി ട്രീറ്റ് ചെയ്താൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ അതർ ആൽഡിഹൈഡ്സുമായിട്ട് ട്രീറ്റ് ചെയ്താൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. സെക്കൻഡറി ആൽക്കഹോളാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഗ്രിഗ്നാർഡ് റിയേജൻറ്റിനെ കീറ്റോണുമായി ട്രീറ്റ് ചെയ്താൽ നമുക്കവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടേർഷറി ആൽക്കഹോൾ ആയിരിക്കും. അങ്ങനെ 3 വിഭാഗത്തിൽപ്പെട്ട ആൽക്കഹോൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഫിനോളിൻ്റെ പ്രിപ്പറേഷനാണ്. അതിൽ ആദ്യം ഹാലോ അരീൻസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിരുന്നു. ക്ലോറോബെൻസീനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായി ഫ്യൂസ് ചെയ്താൽ സോഡിയം ഫിനോക്സൈഡ് കിട്ടും. ഇതിൻ്റെ അസിഡിഫിക്കേഷൻ വഴി നമുക്ക് ഫിനോൾ പ്രിപ്പയർ ചെയ്യാം. ഫ്രം ഹാലോ അരീൻസ് ക്ലോറോബെൻസീൻ C6H5Cl ആണ്. ഇതിനെ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും NaOH ചേർത്ത് ഫ്യൂസ് ചെയ്യുന്നു. സോ സോഡിയം ഫിനോക്സൈഡ് കിട്ടും. C6H5ONa. ഇതിനെ ഡൈല്യൂട്ട് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ ഫിനോള് നമുക്ക് ലഭിക്കും. ക്ലോറോബെൻസീനിൽ നിന്നും ഫിനോൾ നിർമ്മിക്കുന്നതിനായി ക്ലോറോബെൻസീനെ NaO ചേർത്ത് ഫ്യൂസ് ചെയ്യുന്നു ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും. സോ സോഡിയം ഫിനോക്സൈഡ് ലഭിക്കുന്നു. അതിൻ്റെ അസിഡിഫിക്കേഷൻ വഴി ഫിനോള് ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് ഫ്രം ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീനെ ഒലിവുമായി ട്രീറ്റ് ചെയ്താൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. ബെൻസീൻ സൾഫോണിക് ആസിഡിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ഫ്യൂസ് ചെയ്യുന്നു. ദെൻ അസിഡിഫൈ ചെയ്താൽ
അത് ഫിനോളായി മാറും. ബെൻസീനെ ഒലിയവുമായി ട്രീറ്റ് ചെയ്യുന്നു. ഒലിയം എന്നാൽ H2S2O7 ആണ്. ഒലിയവുമായി ട്രീറ്റ് ചെയ്താൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടും. C6H5SO3H. ഇതിനെ NaOH ട്രീറ്റ് ചെയ്യുന്നു. സോഡിയം ഫിനോക്സൈഡ് കിട്ടും. ദെൻ അസിഡിഫിക്കേഷൻ നടത്തിയാൽ ഫിനോളാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. മൂന്നാമത്തെ മെത്തേഡ് ഫ്രം അനിലീൻ. അനിലീനെ വെരി ലോ ടെമ്പറേച്ചറിൽ നൈട്രസ് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് കിട്ടും. ഇതിനെ വാട്ടർ ചേർത്ത് വാം ചെയ്താൽ, അതല്ലെങ്കിൽ ഡൈല്യൂട്ട് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ ക്ലോറോബെൻസീൻ കിട്ടും. അനിലീൻ C6H5NH2 ആണ്. ഇതിനെ വളരെ താണ ടെമ്പറേച്ചറിൽ നൈട്രസ് ആസിഡുമായി ട്രീറ്റ് ചെയ്യുന്നു. നൈട്രസ് ആസിഡ് എന്നാൽ സോഡിയം നൈട്രൈറ്റ് NaNO2 ആണ്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് കിട്ടുന്നു. C6H5N2Cl. ഇത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ആണ്. ഇതിനെ വാട്ടർ ചേർത്ത് വാം ചെയ്താൽ, അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ ഫീനോൾ ലഭിക്കും. ഇനി വരാൻ പോകുന്ന അമീൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് ഈ റിയാക്ഷൻ വീണ്ടും പഠിക്കാനുണ്ട്. അനിലീനെ ഫീനോളാക്കി മാറ്റാൻ വേണ്ടി അനിലീനെ ആദ്യം നൈട്രസ് ആസിഡുമായി ട്രീറ്റ് ചെയ്ത് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്നു. അതിനെ വാട്ടർ ചേർത്ത് ഹീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ ഫീനോൾ ലഭിക്കുന്നു. നാലാമത്തെ മെത്തേഡ്, ഫീനോൾ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് ക്യുമീനിൽ നിന്നുമാണ്. ക്യുമീൻ എന്നാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ആണ്. ഇതിനെ അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷന് വിധേയമാക്കിയാൽ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് കിട്ടുന്നു. ഇതിനെ ഡൈല്യൂട്ട് ആസിഡുമായി ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഫീനോൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഫ്രം ക്യുമീൻ. ക്യുമീൻ എന്നാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ ആണ്. CH3CH3 ഐസോപ്രൊപ്പൈൽ ബെൻസീനെയാണ് ക്യുമീൻ എന്ന് പറയുന്നത്. ഇതിനെ അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷന് വിധേയമാക്കുന്നു. ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് കിട്ടുന്നു. CH3 മുകളിലേക്ക് എഴുതിയെന്നേ ഉള്ളൂ. OOH. ഇത് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് ആണ്. ഇതിനെ ഹൈഡ്രോളിസിന് വിധേയമാക്കുന്നു. ഹൈഡ്രോളിസിന് വിധേയമാക്കിയാൽ ഫിനോളും അസറ്റോണുമാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. കേരളത്തിൽ ഫിനോൾ പ്രധാനമായും നിർമ്മിക്കുന്നത് ക്യുമീനിൽ നിന്നുമാണ്. എറണാകുളം ജില്ലയിലെ അമ്പലമുകളിൽ HOC എന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്. അവിടെ ക്യുമീൻ, അത് കൊച്ചിൻ റിഫൈനറിയിൽ ലഭിക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ആ ക്യുമീൻ ഉപയോഗിച്ചാണ് ഫിനോളും അസറ്റോൺ അഥവാ പ്രൊപ്പനോണും പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസ് നമുക്ക് പരിഗണിക്കാം. ഗീവ് ദ പ്രോഡക്ട്സ് അബ്റ്റെയിൻ ഫ്രം ദ ഫോളോയിങ് റിയാക്ഷൻസ്. ഫസ്റ്റ് വൺ, കാറ്റലിറ്റിക് റിഡക്ഷൻ ഓഫ് ബ്യൂട്ടനാൽ. ബ്യൂട്ടനാലിനെ കാറ്റലിറ്റിക് റിഡക്ഷന് വിധേയമാക്കുന്നു. ബ്യൂട്ടനാൽ 4 കാർബണാറ്റമുള്ള ആൽഡിഹൈഡാണ്. CH3, CH2, CH2, CHO. ഇതിനെ കാറ്റലിറ്റിക് റിഡക്ഷന് വിധേയമാക്കുന്നു. ഇത് പൂർണ്ണമായി റിഡക്ഷന് വിധേയമാകും. ഇവിടെ നമുക്ക് ആൽക്കഹോളാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. പ്രോഡക്റ്റ് ഈസ് CH3, CH2, CH2, CH2OH.
ബ്യൂട്ടൻ 1 ഓളാണ് അവിടെ പ്രോഡക്റ്റായി ലഭിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൈഡ്രേഷൻ ഓഫ് പ്രൊപ്പീൻ ഇൻ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് H2SO4. പ്രൊപ്പീനെ ഡൈല്യൂട്ട് H2SO4ന്റെ പ്രസൻസിൽ ഹൈഡ്രേഷന് അല്ലെങ്കിൽ വാട്ടറുമായി ട്രീറ്റ് ചെയ്യുന്നു. പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ്. ഇതിനെ H2Oയുമായി ട്രീറ്റ് ചെയ്യുന്നു ആസിഡിൻ്റെ അഥവാ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ. ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിലേക്ക് H2O OH നെഗറ്റീവും H പോസിറ്റീവും ആഡ് ചെയ്യപ്പെടുന്നു. ഇതൊരു അൺസിമിട്രിക്കൽ ആൽക്കീനാണ്. അതുകൊണ്ട് മാർക്കോഫ് നിക്കോഫ് റൂള് ഒബേ ചെയ്യുന്ന പ്രോഡക്റ്റാണ് ലഭിക്കുന്നത്. സോ സെക്കൻഡ് കാർബൺ ആറ്റത്തിലേക്ക് OHും ഫസ്റ്റ് കാർബൺ ആറ്റത്തിലേക്ക് H പോസിറ്റീവുമാണ് ആഡ് ചെയ്യപ്പെടുന്നത്. സോ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CHOH CH3 അഥവാ പ്രൊപ്പൻ 2 ഓളാണ് പ്രോഡക്റ്റ് ലഭിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, റിയാക്ഷൻ ഓഫ് പ്രൊപ്പനോൺ വിത്ത് മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഈ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പ്രൊപ്പനോൺ അതൊരു കീറ്റോൺ ആണ്. കീറ്റോണിനെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായി ട്രീറ്റ് ചെയ്യുന്നു. അതിനെ ഹൈഡ്രോളിസിസിന് വിധേയമാക്കുന്നു. സോ മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് CH3 MgBr അതിനെ പ്രൊപ്പനോണുമായി ട്രീറ്റ് ചെയ്യുന്നു. പ്രൊപ്പനോൺ CH3 COCH3 ആണ്. സോ മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. നമുക്ക് കിട്ടുന്ന ആ പ്രോഡക്റ്റ് അതിനെ ഹൈഡ്രോളിസിസിന് വിധേയമാക്കിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്കറിയാം ഇതൊരു കീറ്റോൺ ആണ്. അതുകൊണ്ട് ടേർഷറി ആൽക്കഹോളാണ് പ്രോഡക്റ്റായി കിട്ടുന്നത്. സോ CH3 ഗ്രൂപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. CH3OH. സോ ഇതിൻ്റെ പേര് 1 2 3 2 മീഥൈൽ പ്രൊപ്പൻ 2 ഓളാണ് നമുക്കവിടെ പ്രോഡക്റ്റായി കിട്ടുന്നത്. ഒരു ടേർഷറി ആൽക്കഹോളാണ്. 2 മീഥൈൽ പ്രൊപ്പൻ 2 ഓളാണ് പ്രോഡക്റ്റായി ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ഹൗ ആർ ദ ഫോളോയിങ് ആൽക്കഹോൾസ് പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ഓൺ മെഥനാൽ. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് മെഥനാലുമായി ട്രീറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ ആൽക്കഹോൾസ് കിട്ടുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. തന്നിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റും പ്രൈമറി ആൽക്കഹോളാണ്. മെഥനാൽ അഥവാ ഫോർമാൽഡിഹൈഡ് എന്നാൽ HCHO ആണ്. സോ ഫോർമാൽഡിഹൈഡിൽ നിന്നും വന്ന പോർഷൻ ഇത്രയും മാത്രമേ ഉള്ളൂ, CH2OH. റിമൈനിങ് പോർഷൻ ഉറപ്പായും ആൽക്കൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് അഥവാ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ പാർട്ടാണ്. സോ ഈ ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള പോർഷൻ്റെ കൂടെ MgBr ചേർത്താൽ മതിയാകും. സോ ഈ പ്രോഡക്റ്റ് കിട്ടണം എന്നുണ്ട് എങ്കിൽ CH3 MgBrനെ HCHOയുമായി ട്രീറ്റ് ചെയ്യണം. ഫോർമാൽഡിഹൈഡ് പ്ലസ് CH3 MgBr gives CH3 CH2OH. സെക്കൻഡ് വൺ, ഇവിടെ ഫോർമാൽഡിഹൈഡിൽ നിന്ന് കിട്ടിയ പോർഷൻ CH2OH മാത്രമേ ഉള്ളൂ. ബാക്കി പോർഷൻ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്നും വന്നതാണ്. സോ ഇവിടുത്തെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആയിരിക്കും. ഇത് സൈക്ലോ ഹെക്സൈൻ ആണ്. അതിൻ്റെ MgBr പ്ലസ് HCHO. സോ HCHO പ്ലസ് C6H11 MgBr gives C6H11 CH2OH.